ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെയാണ് ഞെക്കിപ്പിഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ള ആളുകൾ. അത് ഇതിൽ മാത്രമല്ല, ഇപ്രാവശ്യം നിരവധി ഭരണപരിഷ്കാരങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. എന്നുപോലെയുള്ള ഭക്തജനങ്ങളെ പരീക്ഷിക്കുന്ന ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ശബരിമലയിലേക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ബുക്ക് ചെയ്യാനുള്ളൊരു ഫീസായിട്ട് 10 രൂപ അടക്കണം എന്നാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ഭക്തജനങ്ങൾ പിഴിയുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറി തൊടാൻ വേണ്ടി പണം മേടിക്കുന്നു എന്നുള്ള വിഷയം, അത് ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തിരുവനന്തപുരത്ത് നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ടാണ് അതിൽ പ്രതികരിച്ചത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല, അത് നേരത്തെ അവിടുന്ന് ചില ആളുകളൊക്കെ ഇങ്ങനെ കുറുതൊട്ട് കൊടുക്കും, പല ആളുകളും പൈസ മേടിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പോലീസ് പറഞ്ഞ് ദേവസ്വം ബോർഡ് തന്നെ മേടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിലാണ് ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് അവിടത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് സംതൃപ്തമായ ഒരു ദർശനം, സുഖദർശനം നൽകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടത്. പണം അവിടെ സ്വാഭാവികമായി വന്നോളും, അത് വന്നിട്ടുണ്ട്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിയാമെന്ന് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടതില്ല. അവിടെ സുഖദർശനം നൽകാനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ ആവശ്യമായ പണമൊക്കെ അയ്യപ്പന് വേണ്ടി എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവസരം ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം നൽകാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം പോലുള്ള, അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകളൊക്കെ അത് നേരത്തെ ഭംഗിയായി നടത്തിയതാണ്. ഇപ്പോൾ എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്? 2-3 വർഷമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അത്തരം സന്നദ്ധ സംഘടനകളുടെ ഒരു തരത്തിലുള്ള സേവന പ്രവർത്തനവും ശബരിമലയിൽ വേണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ എന്നാൽ വരുന്ന എല്ലാ ആളുകൾക്കും അവർ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുമില്ല. അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലം കൊടുത്ത് ആ ലേലം കൊടുത്ത ആളുകൾക്ക്, കച്ചവടക്കാർക്ക് എങ്ങനെയാണ് അവരുടെ മുതൽ മുടക്കിയ പണം കിട്ടുന്നത്? ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതെയും കൊള്ളയടിക്കാതെ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ അവർ മായം കലർത്തിയും അതുപോലെ തന്നെ വില കൂട്ടിയൊക്കെ അവർ അയ്യപ്പ ഭക്തന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ നൽകിയിട്ട് അവരെ പലതരത്തിലും രോഗികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ശുദ്ധമായ ഭക്ഷണം വളരെ സൗജന്യമായി നൽകിയിരുന്ന ഭക്തജന സംഘടനകളെ അവിടുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് അവർ എങ്ങനെ ഭക്തജനങ്ങളെ സഹായിക്കാമെന്നല്ല, ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എങ്ങനെ അവരെ ദ്രോഹിക്കാം എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ, ദർശനം ആരംഭിച്ചതിന് ശേഷം ശബരിമല സീസൺ ആരംഭിച്ചതിന് ശേഷം പമ്പയിലൊക്കെ ഭക്തജനങ്ങൾ അവർ മാല ഊരി അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവർക്ക് 3-4 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ 2-3 കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. അതിലൊന്ന്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നങ്ങൾ ദയവ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ദേവഹിതം അറിയുക എന്നുള്ള വളരെ ആചാരപരമായൊരു കാര്യമുണ്ട്. അല്ലാതെ ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉൾവിളി പോലെ അവിടുത്തെ തീരുമാനങ്ങൾ മാറ്റാനോ ആചാരങ്ങൾ മാറ്റാനോ അവകാശമില്ല. അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് ദേവഹിതം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. അവിടുന്ന് ഭസ്മക്കുളം അവിടുന്ന് മാറ്റി സ്ഥാപിക്കുക. ആരോട് ചോദിച്ചിട്ട്, ആരുടെ ഹിതം അനുസരിച്ചിട്ട്, ആരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ തോന്നുകയാണ്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ എന്താണ് ഉദ്ദേശം? എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതൊരു വലിയ കൊള്ളക്കുള്ള സൗകര്യമാണ്. അതിലൂടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്താൻ അവസരം ഉണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോരോ പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ടുവരികയാണ്. അതിലൂടെ ആ ശബരിമലയെ ഒരു ചൂഷണ കേന്ദ്രമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്തജനങ്ങൾക്ക് സുഖദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുക, ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർക്ക് വ്രതധാരികളായി വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് അയോധ്യയിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടത്തേക്ക് നടന്നു വരികയാണെന്നുള്ളതാണ്. വളരെ അതിശയകരമായ, വളരെ പ്രചോദനകരമായ വാർത്തകളാണ്. അതുപോലെ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് അവിടെ നിന്ന് കണ്ടൊരു കാര്യം,
ഈ മണ്ഡലകാലത്ത് ഗുജറാത്തിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ അവിടെ നിന്ന് വരാൻ വേണ്ടി മുദ്ര ധരിച്ച് ഇപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ശബരിമലയുടെ കീർത്തി, പ്രശസ്തി, അതിൻ്റെ പ്രഭാവം ലോകം മുഴുവൻ എത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ ഒരു തലത്തിലേക്ക് ശബരിമലയെ കാണുന്നവരും സങ്കുചിത മനസ്കരായി ഇത്തിരി വട്ടം മാത്രം കാണുകയും ഇത്തിരി വട്ടം ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ശബരിമല എന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പാവനതയാണ് ചുരുങ്ങിപ്പോകുന്നത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ കുറേയും കൂടി ഉയർന്ന് ചിന്തിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും ശബരിമലയുടെ കാര്യത്തിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമെന്ന് ഭക്തജനങ്ങൾക്ക് ഉറപ്പിക്കാം. ഒരു തരത്തിലും ഇത്തരം ചൂഷണങ്ങളെ കണ്ണടച്ച് നോക്കി നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. അതിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ബഹുജന പോരാട്ടങ്ങളും എല്ലാം നടക്കും, തിരുത്തിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ശബരിമലയിലെ കാവലാളുകളായിട്ട് ഹിന്ദു സംഘടനകൾ ജാഗ്രതയോടുകൂടി അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്.